എനിക്ക് കയ്യില്ലാണ്ടായ മാതിരിയായി പോയി ദിനചേട്ടൻ പോയത്. ആണല്ലേ? അയ്യോ ഭയങ്കര. എങ്ങനെയായിരുന്നു ആളുമായിട്ടുള്ള ബന്ധം? എല്ലാരും വിചാരിക്കും ദിലഞ്ചേട്ടൻ ഭയങ്കര ഒരു ക്രൂരനാണ്, അല്ലെങ്കിൽ റഫാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആള് മഹാഭാവമാണ്. ഞാൻ വിചാരിച്ച ആള് മഹാഭാവമാണ്. മഹാഭാവം എന്ന് പറഞ്ഞാൽ മഹാഭാവം. അപ്പൊ ഞാൻ പറഞ്ഞോ, ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ചെയ്യും പെണ്ണുങ്ങളുടെ ശബ്ദത്തിലേ. പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ തിലകൻ ചേട്ടൻ ചേച്ചി വിളിക്കും. ഇതാരെങ്കിലും അറിഞ്ഞോ? തിലകൻ ചേട്ടൻ നാടകം മാത്രമല്ല, ഉഗ്രം മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്നു. അത് മറ്റേ സൈക്കിൾ ചവിട്ടി പോകുന്ന സീൻ ഉണ്ടല്ലോ, എന്റെ വീട് മുണ്ടകത്ത്. എന്താ നിന്റെ പേര്? അവിടെ മാത്രമാണ് നമ്മളൊരു മിമിക്രി കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമായിരുന്നു, എടോ ഭാര്യയെ താൻ എന്താ അവിടെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും തിലകൻ ചേട്ടാ, വെറുതെ ഇരിക്കില്ല, വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. തേന്മാവിൻ കൊമ്പത്തില് ആ ഒരമ്മയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം പിന്നെ അതിലൊരു നല്ലൊരു സഹോദരിയുമാണ്, സഹോദരനെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന, അതായത് അത് കേട്ടനുസരിക്കുന്ന ഒരു സഹോദരൻ വേണുചേട്ടൻ അതിഗംഭീരമായിട്ട് അതിൽ തകർത്തഭിനയിച്ചു. അതുപോലെ തന്നെ ലാലേട്ടനും ശ്രീനിയേട്ടൻ. കണ്ണ് കാണാത്ത മാതിരി ഞങ്ങൾ രണ്ടാളും അഭിനയിച്ച പടം ഏതാ? കാക്കക്കുയിൽ. കാക്കക്കുയിൽ. ശബ്ദം മാത്രം വെച്ചിട്ട് ഫുൾ കോമഡി. അങ്ങനെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട് വേണു ഞാൻ ഒരുമിച്ച്. നല്ല നല്ല ഫ്രണ്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും പിന്നെ മകന്മാരിൽ ലാലേട്ടനെയാണ് ഇഷ്ടമെന്ന്. ഭർത്താക്കന്മാരിൽ തിലകൻ ചേട്ടൻ പോയില്ലേ? ഇനിയിപ്പോ ഉള്ളത് ഒരു പേര് പറയും. ഇപ്പം വേണുവാണ് പിന്നെ എനിക്ക് പറ്റിയ ജോഡി. വേണുചേട്ടൻ. പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും ഷൂട്ടിംഗ്? പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഒരു കുടുംബം പോലെയല്ലേ മോനെ. ഇപ്പം ഞാൻ പറയാം, 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുവരും നസീർക്ക. ഇത്രയും വലിയൊരു ടിഫിൻകാരനകത്ത് കാരിയറിൽ നിറയെ പലഹാരങ്ങളുണ്ടാവും. ഇത് അദ്ദേഹം എന്തെങ്കിലും ഒരു കൊഴുക്കട്ടയോ എന്തെങ്കിലും എടുത്തൊന്ന് തിന്നും, ബാക്കി മുഴുവനും ഞങ്ങൾ തിന്നും. അതെല്ലാം കൂട്ടി വളഞ്ഞിരുന്നല്ലേ? വളഞ്ഞിരുന്ന എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആക്രാന്തം പിടിച്ചു വാരി. ഇന്നൊക്കെയോ ഇപ്പോഴേ ഒരു ഹോട്ടലിൽ പല പടങ്ങൾക്കായിട്ട് താമസിച്ചാൽ പോലും പരസ്പരം കാണുന്നില്ല. അഥവാ കണ്ടാലും ഒന്നങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചേച്ചി അത്രേ ഉള്ളൂ. പിന്നെ ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും മറ്റ് വിശേഷങ്ങളല്ല. നീ അവിടുത്തെ ഹോട്ടൽ വാങ്ങിയല്ലേ? ആ ഹോട്ടലിൻ്റെ അവിടെ ഞാൻ ഇപ്പുറത്തൊരു 8 സെന്റ് ഉണ്ടായിരുന്നു, അതിനെ വില പറഞ്ഞിട്ടാ. കൂടുതൽ വസ്തുവിന്റെ ഇത് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ സംസാരം ഒട്ടുമില്ല, പകരം വാട്സപ്പോ ഫേസ്ബുക്കോ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചില മുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഞാൻ ലൊക്കേഷനിലൊക്കെ ഇരുന്നിട്ട് അടുത്തിരിക്കുന്ന ആർട്ടിസ്റ്റിനെ ഇങ്ങനെ നോക്കും, അവരെന്തെന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണിക്കുന്നു. വട്ടാണെന്ന് ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പഴാ പറയുന്ന ഫേസ്ബുക്കാന്ന്. കാലത്തിന്റെ മാറ്റമാണ്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ ഇത് ഒരുമാതിരി മാറ്റമായി പോയത്, വല്ലാത്ത ചുരുക്കമായി പോയെന്ന്.